ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റോ ഞാനോ വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഈ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. തൃശ്ശൂരിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ MP എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണത്, ഞാനത് ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ കേരളത്തിന് ഒരു എയിംസേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ ഞാൻ യോഗ്യമായിട്ട് മലയാളിയായി പ്രവർത്തിക്കണം, കേരളീയനായി പ്രവർത്തിക്കണം. ആരാണ് അടിതെറ്റിക്കിടക്കുന്നത്? എൻ്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല, ഇടുക്കിയും ആലപ്പുഴയുമാണ്. പക്ഷെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പം, പ്രവർത്തനത്തിന്റെ സാധ്യതകൾ അളക്കുമ്പോൾ, ഭൂമിശാസ്ത്രപരമായ പൊസിഷനിങ് നോക്കുമ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന കീഴ്പ്പെട്ടു പോയ കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ്, പുനരുദ്ധാരണമല്ല. അതിനെ പടുകുഴിയിൽ നിന്ന് കരകയറ്റണമെന്ന് കേരളത്തിലെ തൃശ്ശൂർക്കാരടക്കമുള്ള മലയാളികൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയൂ. ഞാൻ വളരെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കും, ഇതിൽ രാഷ്ട്രീയമില്ല, പ്രാദേശികതയില്ല. ഞാൻ കൊല്ലത്ത് വേണമെന്ന് പറഞ്ഞില്ല. കൊല്ലത്ത് എനിക്ക് വീടുണ്ട്, പറമ്പുണ്ട്. തിരുവനന്തപുരത്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇവിടെയെല്ലാം മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കൂ. കോഴിക്കോടായാലും കണ്ണൂരായാലും കോട്ടയം ആയാൽ പോലും, കോട്ടയത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നല്ല റേറ്റിംഗ് ഉള്ളതാണ്, ഉന്നതമല്ല എങ്കിലും റേറ്റിംഗ് ഉള്ളതാണ്. ആലപ്പുഴയുടെ അവസ്ഥ എന്താണ്? ആലപ്പുഴയിൽ മറ്റേത് ആശുപത്രിയാണ് ജനങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? ചങ്ങനാശ്ശേരി, തിരുവല്ല പ്രദേശത്തുള്ളവർക്ക് പോലും അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഇല്ല. അപ്പോ നമ്മൾ ഇല്ലായ്മയിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക. എങ്കിലേ എന്റെ പ്രധാനമന്ത്രിയുടെ ആപ്തവാക്യം എന്ന് പറയുന്ന 4 വരികൾ പൂർണ്ണതയിലെത്തി. സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്. ആ സബ്കയിൽ ആലപ്പുഴ വേണമെന്ന് തൃശ്ശൂർക്കാർ ഇന്നു മുതൽ വടക്കുന്നാഥിന്റെ അടുത്ത് എന്ത് പറഞ്ഞ ആലപ്പുഴയ്ക്ക് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞു, വേറെ ആർക്കെങ്കിലും നിഷേധിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എന്താ എന്റെ മന്ത്രി പറഞ്ഞത്? പിന്നെ ഇത് ഞാൻ നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട് തുടങ്ങിയ കാര്യമാണ്. 2016 മൺസൂൺ സെഷനാണ്. ഞാൻ നെടാജി ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യസഭയുടെ ഡൽഹിയിലാണെങ്കിൽ ഒരു പ്രകടനം ഉണ്ടാക്കി പിരിഞ്ഞ സമയത്ത്, ആ അഡ്ജേൺ സമയത്ത്, ആ മണിക്കൂറുകളിലാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിനൊരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് തരണേ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായിരുന്നാണ്. ഇപ്പോഴും